പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം 84 സങ്കീർത്തനം 11 വാക്യം. യഹോവ സൂര്യനും പരിചയമാകുന്നു, അവൻ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യഹോവ സൂര്യനായിരിക്കുന്ന ഒരവസ്ഥ. സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു, ചൂട് നൽകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഇനിയും നിനക്ക് സൂര്യനല്ല പ്രകാശം തരുന്നത്, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. ചന്ദ്രനല്ല നിലാവട്ടം തരുന്നത്, യഹോവ നിനക്ക് വേണ്ടി രാത്രിയിൽ അതേ നിലാവട്ടം നൽകി തരും. യഹോവയായ ദൈവം ഒരു ദൈവഭക്തന് എല്ലാ കാലത്തും പ്രകാശവും നിലാവട്ടവും നൽകി രാവും പകലും അവരെ നടത്തുന്നവനായ ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് രാവിലെ സമയം നമ്മോട് ചോദിപ്പാനുള്ളത്, നാം കർത്താവിൻ്റെ പാതയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവഭക്തനാണ് ഈ അനുഗ്രഹങ്ങൾ ദൈവം നൽകി തരുന്നത്. സൂര്യൻ ഇരുണ്ടുപോകുന്ന ഒരു കാലഘട്ടമുണ്ടാകും. ചന്ദ്രൻ പ്രകാശം തരാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ വേളകളിൽ യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. യഹോവ രാത്രിയിൽ നിനക്ക് നിലാവട്ടമായിരിക്കും. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ പാതയിൽ ദൈവീക കൽപ്പനകളെ അനുസരിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവേശുവിൽ വസിച്ചാൽ യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. അത് മാത്രമല്ല, യഹോവ കൃപയും മഹത്വവും നൽകുന്ന ദൈവമാണ്. അർഹതയില്ലാത്ത ദാനങ്ങളെ ഈ മരുഭൂയാത്രയിൽ നൽകിത്തന്ന് നമ്മെ പരിപാലിക്കുന്നവനായ ഒരു ദൈവം. രാവിലെ സമയം ദൈവത്തിൽ വിശ്വസിപ്പാൻ നാം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത നമുക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവഭക്തന്മാർക്ക് വേണ്ടി സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. ഇരുളും അന്ധതമസ്സും മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്ത മേഖലകളും കടന്നു വരുമ്പോൾ സർവശക്തൻ നിങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കും. മാത്രമല്ല, അവൻ നമുക്ക് പരിചയമായിരിക്കും. എന്താണ് പരിചയ? അറിയാത്ത സമയങ്ങളിൽ, പ്രതീക്ഷയില്ലാത്ത സമയങ്ങൾ, യുദ്ധങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, യുദ്ധങ്ങളെന്ന് പറയുമ്പോൾ അത് വിവിധ തരത്തിലായിരിക്കാം. മാനുഷികമായ വാക്കുകൾ കൊണ്ട്, അല്ല ചില പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കം, രോഗം, പ്രതികൂലം, ഏതു തരത്തിലുള്ളതായ യുദ്ധമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ നേരിടുന്നതെങ്കിലും ആ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ നമുക്കൊരു പരിചയമായി എന്ന് വെച്ചാൽ, ആ യുദ്ധത്തിൻ്റെ യാതൊരു പ്രതികൂല സാഹചര്യങ്ങളും നമ്മെ ഏൽക്കാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന ഒരു പരിചയമായി, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിചയമായി യഹോവ നമുക്ക് വേണ്ടി നിൽക്കുമെന്ന്. ഇത്ര വലിയവനായ ദൈവത്തെ, ഇത്ര ആർദ്രവാനായ ദൈവത്തെ, ഇത്ര സ്നേഹിക്കുന്നവനായ ഒരു ദൈവത്തെ മറ്റേതെങ്കിലും രീതിയിൽ കാണാൻ കഴിയുമോ? മറ്റൊരു ദൈവത്തെ കാണിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ആകയാൽ ആർദ്രവാനായ ദൈവം, സ്നേഹനിധിയായ ദൈവം, സർവശക്തിയുള്ള ദൈവം, സകലത്തിലും കഴിയുന്നവനായ ഒരു ദൈവം, അവൻ നമുക്ക് സൂര്യനായി, പരിചയമായി, അതേ കൃപയോടുകൂടെ നമ്മെ നടത്തുന്നൊരു ദൈവം. പലതിലും നമുക്ക് കൃപ കാണിക്കപ്പെടും. അർഹതയില്ലാത്ത പല മേഖലകളിലും നമ്മൾക്ക് കൃപയ്ക്ക് അർഹരായി തീരും. ഈ കർത്താവിനോട് ചേർന്ന് വസിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, നേരോടെ നടക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ നന്മയ്ക്കായി സകലതും ചെയ്യുന്നു. രാവിലെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കാം. അവൻ നമുക്ക് സൂര്യനും പരിചയവും കൃപയും മഹത്വവും നൽകി നമ്മെ പരിപാലിക്കും. ആമേൻ.